അസ്സലാമു അലൈക്കും. നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്കായി കനിഞ്ഞു നിൽക്കുന്ന ആ മഹാഭാഗ്യം നാം ഒരു കാലത്തും കൈവിട്ടുകളയരുത്. 1000 മാസങ്ങളേക്കാൾ പുണ്യവും പവിത്രതയുമുള്ള രാവാണല്ലോ ലൈലത്തുൽ ഖദർ. പുണ്യനബിക്ക് റമദാനിലെ ആ സവിശേഷമായ രാത്രിയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചപ്പോൾ അത് തന്റെ അനുയായികളുമായി പങ്കുവയ്ക്കാനായി അവിടുന്ന് അതീവ സന്തോഷത്തോടെ പള്ളിയിലേക്ക് കടന്നുവന്നു. എന്നാൽ അവിടെ 2 സ്വഹാബികൾ തമ്മിൽ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടുന്ന് ആ തർക്കത്തിലേക്ക് ശ്രദ്ധ തിരിച്ച നിമിഷം അല്ലാഹു നബിയുടെ മനസ്സിൽ നിന്നും ആ നിർണായകമായ ഓർമ്മയെ നീക്കിക്കളഞ്ഞു. അതുകൊണ്ടുതന്നെ റമദാനിലെ അവസാന 10 എല്ലാ രാത്രികളിലും ആ പുണ്യരാവിനെ നാം അതീവ ജാഗ്രതയോടെ പ്രതീക്ഷിച്ചിരിക്കുക. സാധാരണഗതിയിൽ റമദാനിലെ ഒറ്റപ്പെട്ട രാവുകളിലാണ്, ഒറ്റയ്ക്ക് തീയതികളിൽ ലൈലത്തുൽ ഖദർ സംഭവിക്കാറുള്ളത്. എങ്കിലും മാസപ്പിറവി കാണുന്നതിലെ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് അവസാന 10 ഓരോ നിമിഷത്തെയും നാം ലൈലത്തുൽ ഖദറായി കരുതി ആരാധനകളിൽ മുഴുകുക. അനുഗ്രഹങ്ങളുടെ ആ വസന്തത്തെ നമുക്ക് ഭക്തിപൂർവ്വം വരവേൽക്കാം.